ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റാബീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുട്ട കഴിക്കാത്തവർക്കും ഓംലെറ്റ് ഒക്കെ കഴിക്കാനുള്ള ആഗ്രഹമുണ്ടാവില്ലേ? അങ്ങനെയുള്ളവർക്ക് വേണ്ടി എഗ്ലെസ് ചീസ് ബ്രെഡ് ഓംലെറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതെങ്ങനെയാണ് ഞാൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി അരക്കപ്പ് കടലമാവ് ചെറുതായൊന്ന് വറുത്തെടുത്തതിന് ശേഷം അരിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് പാലാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് മുട്ടയുടെ ബാറ്റർ പോലെ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ഒരു സവാളയും ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ തന്നെ ഒരു അല്പം ക്യാപ്സിക്കം കട്ട് ചെയ്തതും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ അല്പം തിക്കായതുകൊണ്ട് തന്നെ അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഞാനൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഞാൻ 4 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നടുവിൽ നിന്നും ഇതുപോലെ സ്ക്വയർ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. നാല് ബ്രെഡും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഒരു പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് അല്പം ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടർ ഒന്ന് മെൽറ്റ് ആകുമ്പോഴേക്കും അതിലേക്ക് 2 സ്ലൈസ് ബ്രെഡ് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ബ്രെഡ് സ്ലൈസിൻ്റെ നടുവിലായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള 1 സ്പൂൺ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ചീസ് സ്ലൈസും വെച്ച് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ചീസ് വെച്ചാലും മതിയാകും. ഇനി ഇതിൻ്റെ മുകളിലായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബ്രെഡിൻ്റെ സ്ക്വയർ പോർഷൻ കൂടി വെച്ച് കൊടുക്കാം. ഈ ബ്രെഡിൻ്റെ മുകളിലായിട്ടും ഒരല്പം ബാറ്റർ കൂടി ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഭാഗം കുക്കായി കഴിഞ്ഞാൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും കുക്കായി വന്നിട്ടുണ്ട്. ഇത് ഞാനിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇനി ബാക്കിയുള്ള 2 ബ്രെഡ് കൂടി ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. എഗ്ലെസ് ബ്രെഡ് ഓംലെറ്റിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. എത്ര പെട്ടെന്ന് പണി കഴിഞ്ഞെന്ന് നോക്കിയേ. അപ്പോൾ നമ്മുടെ എഗ്ലെസ് ചീസ് ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് മുട്ട ചേർക്കാതെയാണ് ചെയ്തിട്ടുള്ളതെന്ന് കഴിച്ചു നോക്കിയാൽ പോലും അറിയുകയില്ല. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ചീസൊക്കെ നല്ലതുപോലെ മെൽറ്റായി നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള എഗ്ലെസ് ബ്രെഡ് ഓംലെറ്റാണ്. മുട്ട കഴിക്കാത്തവർക്കൊക്കെ വളരെ ഉപകാരപ്രദമാകും. അപ്പോൾ മുട്ട കഴിക്കാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അതുപോലെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.
സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.